പർവ്വതനിരയുടെ മുകളിൽ പാറയിൽ കൊത്തിയെടുത്ത രീതിയിലുള്ള ഒരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടം റിയാദിനടുത്തുള്ള അൽഫാവോ മേഖലയിൽ ഏകദേശം 8000 വർഷം പഴക്കമുള്ള ഒരു പുരാതന നഗരത്തിന്റെയും ക്ഷേത്രത്തിന്റെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇത് സമ്മാനിക്കുന്നത് ചരിത്ര കൗതുകമാണ്. നമുക്കറിയാം, ലോകത്ത് പലയിടത്തും പല സമയങ്ങളിലും ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ലഭിക്കുന്ന പല പുതിയ വിവരങ്ങളും ലോകത്തെ ഞെട്ടിക്കുന്നവയുമാണ്. അത്തരത്തിൽ ഒന്നായിരുന്നു സൗദി അറേബ്യയുടെ തെക്കൻ മേഖലയിൽ നടന്ന അത്ഭുതകരമായ ചരിത്ര കണ്ടെത്തൽ. റിയാദിനടുത്തുള്ള അൽഫാവോ മേഖലയിൽ ഏകദേശം 8000 വർഷം പഴക്കം. ശരിയാണ് മകളെ, സൗദിയിലെ റിയാദിൽ എവിടെയോ 8000 വർഷമുള്ള പഴക്കം ചെന്ന ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടം കണ്ടെത്തിയെന്ന്. ശരിയാണ്, അതിൽ വലിയ അത്ഭുതപ്പെടാവുന്നില്ല. കാരണം ഇസ്ലാമിക നാഗരികത ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ഈ നാട്ടിൽ എല്ലാ അറേബ്യ രാജ്യങ്ങളിലും ഇസ്ലാം വരുന്നതിന് മുമ്പ് എല്ലാ നാട്ടിലുള്ളതുപോലെ തന്നെ എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്നവർ എല്ലാ ഇടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സൗദിയിലുണ്ടായിട്ടുണ്ട്, മറ്റുള്ള പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ടാവും. പിന്നീട് അത് കാലാന്തരം ഓരോ കാലങ്ങൾ കഴിയുന്തോറും ആളുകൾ മനസ്സിലാക്കി പിന്നീട് ഇസ്ലാമിലേക്ക് വന്നവരാണ്. ഒരു കാലം മുമ്പേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുന്നേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതിലൊക്കെ ഇപ്പോൾ ഇത്ര അത്ഭുതപ്പെടാനുള്ളത്? ഇവിടെ അങ്ങനെ ഒരു അവശിഷ്ടം കണ്ടെത്തി, ശരി തന്നെയാണ്, അതിനിപ്പോൾ എന്താണ് പ്രശ്നം എന്ന് കരുതിയിട്ട് ആ നാട് മുഴുവൻ നിങ്ങൾ പറയും ജയ് ശ്രീറാം എന്ന് വിളിക്കാനാണോ? അല്ലെങ്കിൽ ഇത് ഹിന്ദുവിൻ്റെ രാഷ്ട്രമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്? നമ്മുടെ ഹിന്ദുക്കളെല്ലാട്ടോ പറയുന്നത്. നല്ലവരായ ഹിന്ദുക്കൾ ഒരിക്കലും അതിന് ഇങ്ങനെയുള്ള പൊള്ളത്തരങ്ങൾ. പിന്നെ ഏതാണിത്? കർമ്മയാണ്, കർമ്മ ന്യൂസ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങനെ പോയാലും എവിടെയെങ്കിലും എന്തെങ്കിലും വിളമ്പാനുണ്ടോന്നോ, ഇസ്ലാമിനെതിരെ എത്രത്തോളം ഒളിയമ്പുകൾ ചെയ്യാൻ പറ്റുമോ ആ രീതി പരമാവധി എടുക്കുകയും അത് സമൂഹത്തിന് മുമ്പിലേക്ക് പരമാവധി വെള്ളം ചേർത്ത് വളച്ചു പിടിച്ചിട്ട് അതിനെ എത്ര കണ്ട് മോശമായ രീതിയിൽ, അല്ലെങ്കിൽ അതിനെ വളച്ചു പിടിച്ചിട്ട് എത്ര കണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമോ ആ പണി തേച്ചും എടുക്കുന്ന ഒരു ന്യൂസാണ്. അങ്ങനൊരു ചാനലാണ്. അപ്പം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എൻ്റെ പൊന്ന പെങ്ങൾ, ഇസ്ലാമിൻ്റെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കിയാൽ മതി. ആവിർഭാവ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം മക്കയിലും മദീനയിലൊക്കെ നമ്മൾ ആ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനിലായാലും ഹദീസിലായാലും ബിംബങ്ങളും എല്ലാ മതങ്ങളിലും ഏകദൈവമല്ലാത്ത അല്ലാഹുവല്ലാത്ത മറ്റുള്ള പല ദൈവങ്ങളെയും ആരാധിച്ചവർ അവിടെയും ഉണ്ടായിട്ടുണ്ട്. അത് 8000 വർഷമായിക്കോട്ടെ, അതിന് മുമ്പായിക്കോട്ടെ, അതിനിപ്പോൾ എന്താ കാര്യം? അതിലൊക്കെ ഇപ്പം എന്താ അത്ഭുതം? പിന്നീട് അതങ്ങനെ പ്രവാചകൻ്റെ ആഗമനത്തോടു കൂടി, ഓരോ പ്രവാചകന്മാരുടെയും ആഗമനത്തോടു കൂടി അതിങ്ങനെ സത്യത്തിലേക്ക് ഇങ്ങനെ ലയിച്ച് പിന്നീട് സൗദി അറേബ്യ, മക്ക, നമ്മളെ അറബ് രാജ്യങ്ങൾ മുഴുവനും ഇസ്ലാമിൻ്റെ കീഴിലായി. ഇങ്ങനെ പറയുമ്പോൾ ഇസ്ലാം വാളുകൊണ്ടും അതുകൊണ്ട് ഇതൊക്കെ ഇത് പറയുമ്പോഴൊക്കെ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഈ മെത്രേനെ പോലത്തെയോ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ ചരിത്രം പഠിക്കാതെ വന്ന്. അറേബ്യൻ രാജ്യങ്ങളിൽ പൊതുവെ ആദ്യം തന്നെ ഉണ്ടായ ഒരു നാഗരികത എന്നത് അറേബ്യൻ രാജ്യങ്ങളിൽ അത് ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാം അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ലേബിൾ തന്നെയാണ്. അള്ളാഹു എന്ന് പറയുന്ന ഏകതത്വം തന്നെയാണ് അവർ വിശ്വസിച്ചത് തുടങ്ങിയത്. പിന്നെ അതിൻ്റെ ഇടയിൽ പല വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. പല മതങ്ങളിലും അല്ലെങ്കിൽ പല ഇസങ്ങളെയും പല ദേവഗണങ്ങളെയും ആരാധിക്കുന്നവർ, പൂജിക്കുന്നവർ, പൂവിട്ട് പൂജിക്കുന്നവർ, അവരെ ഏതെങ്കിലും ഒരു മതത്തിനെയോ ഒന്നിനെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായ ആ ഒരു നാടിനെ പിന്നെ മൊത്തത്തിൽ കാലം കഴിയുന്തോറും അത് മൊത്തത്തിലുണ്ടായി ആൾക്കാർ സ്വമേധയാ മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വന്നവർ. അതിപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിലും എത്രയോ ആൾക്കാരില്ലേ? നമ്മുടെ ഈ കൊച്ചു കേരളത്തിലായാലും നമ്മുടെ ചുറ്റുവട്ടത്തിലും നമ്മുടെ പരമ്പര മുന്നോട്ട് എടുത്ത് നോക്കിയാലും മഹാനായ ഉമർ ഖാദി, മണ്ണനും പോലേനും ഒക്കെ ആയ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ അവരൊക്കെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നുണ്ട്. ചില നാടുകളിൽ ഇസ്ലാം എത്രയോ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു രാജ്യം മുഴുവനും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇസ്ലാം അപ്പോൾ ഒരു ഇസ്ലാം റിപ്പബ്ലിക്കായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇസ്ലാം. പിന്നെ അവിടെ നിങ്ങൾ 8000 വർഷം മുമ്പുള്ള ഇത് കണ്ടിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ട്, അങ്ങനെ പലതും കാണും.
പലതും കാണും. കാരണം ഒന്നാമത് നിങ്ങൾക്ക് ഇതന്നെയാണ് പണി, കുഴിച്ച് നോക്കൽ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എവിടെ ചെന്നാലും എല്ലാ രാജ്യങ്ങളും പലതും കണ്ടുപിടിക്കുന്നുണ്ട്. അത്യന്തികമായി വളരെ ഉന്നതിയിലേക്ക് മുന്നിട്ട് നിൽക്കുന്ന പല രാജ്യങ്ങളും പലതും മിസൈലായിക്കോട്ടെ മറ്റെന്ത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് അവർ കൊണ്ടുവരുന്നത്. എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ, ചൈന, ജപ്പാൻ. പക്ഷെ നമ്മുടെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ അതിനെ താങ്ങി നടക്കുന്നവർ നമ്മൾക്കൊപ്പം കണ്ടുപിടിക്കാൻ പള്ളിയിൽ അടി കുഴിച്ചിട്ട് അതിൻ്റെ അടിയിൽ എന്തും കൊണ്ടോ നോക്കണം. നമ്മുടെ രാജ്യത്തെ എല്ലാവരെയും കുറ്റപ്പെടുന്നത്. അതുകൊണ്ട് പറയുന്നത് എല്ലാ ഹിന്ദുക്കളും എല്ലാം പറയുന്നത് അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ ഇടയിൽ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് ഇതെന്നാണ് പണി. അത് മാധ്യമ പ്രവർത്തനത്തിലായാലും മറ്റുള്ളതിലായാലും അവർക്കിതിങ്ങനെ പോയി ഇങ്ങനെ അന്വേഷിച്ച് അല്ലേ, അങ്ങനെ കുഴിച്ച് ഇവർ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ നോക്കി നടക്കണം ഇവരുടെ പണി. അങ്ങനെ തപ്പി അങ്ങനെ റിയാദ് എന്ന് കണ്ടുപിടിച്ച സാധനം. ഒരുപാട് പിരമിഡുകൾ പല രാജ്യങ്ങളിൽ, ഈജിപ്തിനെ പോലെയുള്ള ഫറോ എന്നും മുസ്ലിം എന്നല്ലോ. ഫറോ മുസ്ലിമായിരുന്നു? അല്ല. എത്രയോ ചക്രവർത്തിമാർ, അവരാരും മുസ്ലിം ഒന്നുമില്ല. കിസ്രയും കൈസറൊക്കെ ചരിത്രം പറയുന്നുണ്ട് ഇസ്ലാമിക താളുകളിൽ. കുരിശ് യുദ്ധത്തിൽ ചരിത്രം പറയുന്നുണ്ട്. പല നാടുകളും നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ, അത് ചരിത്രം ഒന്ന് പഠിച്ചു നോക്കിയാൽ എല്ലായിടത്തും അങ്ങനെ ഒന്നുമില്ല. പക്ഷേ എല്ലാ മതങ്ങളും ഉണ്ടായിരുന്നു. അപ്പം പിന്നീട് അതെന്തായതാണ്, സത്യം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാരാണ്. കൊല്ലങ്ങൾക്ക് മുന്നേ, വർഷങ്ങൾക്ക് മുന്നേ, പ്രവാചകൻ വരുന്നതിന് മുന്നേ, അതിനു മുന്നേ ഒരുപാട് പ്രവാചകന്മാർ വന്നു പോയിട്ടുണ്ട്. അവർക്കുള്ളപ്പം തന്നെ ഇസ്ലാമിൻ്റെ പ്രസക്തി അപ്പേ ഏറിക്കൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ കാലത്തെ ജനിക്കുമ്പോൾ മുസ്ലിം ആയവരുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് നമ്മളെപ്പോലെ എന്താ പറയുക, ജനിച്ച് വീഴുമ്പോൾ തന്നെ ഉപ്പയും ഉമ്മയും മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിമായി വീഴുന്നവരുണ്ട്. എന്നാൽ ഒരു കാലഘട്ടത്തിൽ പ്രവാചകന്മാർ അങ്ങനെയല്ല. അവർ അള്ളാഹു നിയോഗിച്ചത് ഇസ്ലാമിൻ്റെ പാതയം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ മാർഗം, ഇസ്ലാമിൻ്റെ ആശയം, ആദർശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു തആല അവർ ഇങ്ങോട്ട് നിയോഗിച്ചത്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് എടുക്കാം. ആദം നബി സ്വലാത്തു വസ്സലാം വരുന്ന സമയത്ത് ഇസ്ലാമിൻ്റെ പാതയം തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നത്. പക്ഷെ എല്ലാ നാടുകളിലും അതൊരു ഇസ്ലാമിക നാടായി രാജ്യമായി മാറിയിട്ടില്ല എന്ന് മാത്രം. ഇസ്ലാം എല്ലാ സ്ഥലത്തും ഉണ്ട്. എന്നാൽ ചില രാജ്യങ്ങൾ, അതിലൊരു രാജ്യമാണ് അറേബ്യൻ മേഖല, അറബ് രാജ്യം എന്ന് പറയുന്നത്. അത് മൊത്തത്തിൽ ഇസ്ലാമിക രാജ്യമായി മാറി എന്നത് വത്തിക്കാൻ, നമുക്കറിയാം വത്തിക്കാൻ എന്ന് പറയുന്ന നാട്, അവിടെ എല്ലാം ചേട്ടന്മാർ അല്ലെങ്കിൽ ക്രിസ്ത്യന്മാരും നസാറാക്കളും അവരൊക്കെ കൂടുതലാണ്. അപ്പോൾ അവർ ഒരു രാജ്യമായിട്ടത് നമ്മൾ പറയാറുണ്ട് അല്ലേ. മ്യാൻമർ എന്ന് കേൾക്കുമ്പോൾ ബുദ്ധന്മാരാണ് കൂടുതലെന്ന് പറയാറുണ്ട്. എന്ന പോലെ സൗദി ഇങ്ങനെയുള്ള അറേബ്യ രാജ്യങ്ങൾ, അവിടെ ഇസ്ലാം വിപുലമായി, പിന്നെ അതൊരു ഇസ്ലാമിക രാജ്യമായി, ഒരു ഇസ്ലാമിക കൺട്രി അത് മാറി. പിന്നെ വർഷങ്ങൾ വെച്ച് നോക്കിയാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഏടും പൂടും ഒക്കെ എടുത്തിട്ട് അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഉണ്ടായിക്കോട്ടെ, എനിക്കെന്താ പ്രശ്നം? എൻ്റെ വന്നു പോങ്ങൾ ആദ്യം ഇതൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഇവരുടെ ഉദ്ദേശം തന്നെ എന്താ അറിയും, ഒരു വർഗീയവൽക്കരിക്കലാണ്, അല്ലെങ്കിൽ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കലാണ് അല്ലേ. അല്ലെങ്കിൽ ഇസ്ലാമിനോടുള്ള എന്താ പറയുക അന്ധമായ വിരോധം, വെറുപ്പ്. അത് പിന്നെ വെറുപ്പ് ഉൽപ്പാദനത്തിൻ്റെ ഒരു മെഷീനായിട്ട് തന്നെ, ഒരു വർക്കിംഗ് മെഷീനായിട്ട് തന്നെ കുറേ ആൾക്കാരുണ്ടല്ലോ. അവരിന് എത്ര പറഞ്ഞാലും അത് മാറ്റാൻ പോകുന്നില്ല. അവർക്ക് റീച്ച് കിട്ടണമെങ്കിൽ അവർക്കറിയാം ഇതിനെ തൊട്ടാലേ റീച്ച് കിട്ടും. മതത്തെ, ഇസ്ലാമിനെ കയറി കളിച്ചാൽ പെട്ടെന്ന് എന്താവും, റീച്ച് കൂടും, അല്ലെങ്കിൽ പെട്ടെന്ന് ചർച്ചയൊക്കെ ആവും. അതൊക്കെ കാരണം കൊണ്ട് തന്നെയാണ് ഇത്രക്കാർ ഇതൊക്കെ കളിച്ചു കൂട്ടുന്നത്. അത്രയേ ഉള്ളൂ, ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇനിയും ചിലപ്പോൾ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിനും വേറെ പലതും കിട്ടും. അപ്പോഴും നിങ്ങൾ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു വരണം. പക്ഷെ നിങ്ങൾ എന്ത് പറഞ്ഞാലും അതൊക്കെ ഓരോ കാലഘട്ടത്തിലും ഓരോ സംസ്കാരത്തിൻ്റെയും പല തുറുപ്പ് ചീട്ടുകളായിരിക്കാം എന്ന് കരുതി അവിടെ ഇസ്ലാം ഇല്ല എന്നല്ല, അല്ലെങ്കിൽ ആ രാജ്യം മൊത്തം ആ രീതിയിൽ നിങ്ങൾ കരുതുന്ന രീതിയിൽ ആണ് എന്ന് ധരിക്കാൻ പാടില്ല. അവിടെയാണ് പോയത്തർ. ഏതായാലും ഇൻഷാ അല്ലാഹ് ഒന്ന് കണ്ടപ്പോൾ പ്രതികരിക്കണം തോന്നി. ഏതായാലും വീഡിയോസ് കാണുന്നവർ ഉപകാരപ്പെടുന്നെന്ന് തോന്നിയാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോസായി വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.